എന്താണ് കുക്കീസ്? വെബ്സൈറ്റ് തുറക്കുമ്പോൾ പോപ്പപ്പ് മെസ്സേജിൽ കുക്കീസ് ബ്ലോക്ക്ഡ് എന്ന് സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതുപോലെ എനേബിൾ കുക്കീസ് എന്ന ബട്ടണും തൊട്ടടുത്ത് കാണാറുമുണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ അടുത്ത പേജ് തുറക്കാറുമില്ല. കുക്കീസ് കാരണം വെബ്സൈറ്റ് വേഗത കുറയാറുമുണ്ട്. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കുക്കീസിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം? ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ബൈമോഡ് ഷോപ്പിംഗ് ആപ്പ്. ബൈമോഡ് ഇ-ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഈസ് വൺ ഓഫ് ദ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ്. നിങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സംഭരിക്കാൻ വെബ്സൈറ്റുകൾ നിങ്ങളുടെ ബ്രൗസറിലേക്ക് അയക്കുന്ന ഡാറ്റയുടെ ചെറിയ ഫയലുകളാണ് കുക്കികൾ. നിങ്ങളുടെ അനുഭവം വ്യക്തിഗതമാക്കുന്നതിനും നിങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനും മറ്റും ഈ വിവരങ്ങൾ ഉപയോഗിക്കാനാകും. മുൻഗണനകൾ ഓർത്തുവെക്കുക. നിങ്ങളുടെ ഭാഷ, കറൻസി, വെബ്സൈറ്റ് ആക്ടിവിറ്റി, അതായത് ഏതെല്ലാം പേജുകളാണ് തുറക്കുന്നത്, എവിടെയൊക്കെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഷോപ്പിംഗ് കാർട്ടിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് വെക്കുന്നത് എന്നീ സ്വകാര്യ ഡാറ്റകൾ ട്രാക്ക് ചെയ്ത് ഓർത്തുവെക്കുക മുതലായവ കുക്കികൾക്ക് സാധിക്കും. ഒരു വെബ്സൈറ്റ് എത്ര പേർ കാണുന്നു എന്നും കുക്കികൾക്ക് കണക്കാക്കാനാകും. ഒരു സൈറ്റ് വീണ്ടും സന്ദർശിക്കുന്നത് എളുപ്പമാക്കാനും ഒരേ ഡാറ്റയ്ക്കായി സെർവറിലേക്കുള്ള ആവർത്തിച്ചുള്ള തിരച്ചിൽ അഭ്യർത്ഥന കുറയ്ക്കാനും കുക്കികൾക്ക് സാധിക്കും. ഈ എല്ലാ കാര്യങ്ങൾ നമ്മെ സഹായിക്കുന്നതാണെങ്കിലും മുകളിൽ നൽകിയ നമ്മുടെ എല്ലാ സ്വകാര്യ വിഷയങ്ങളും കുക്കീസ് ഓർത്തുവെക്കുന്നതിനാൽ കുക്കീസ് എന്നും നമുക്കൊരു ഭീഷണിയാണ്. കുക്കീസ് ബ്ലോക്ക് ചെയ്യുന്ന വീഡിയോ കാണുന്നതിന് മുൻപ് കുക്കീസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. 1. ലോഗിൻ വിശദാംശങ്ങൾ സംരക്ഷിക്കുന്നു. പതിവായി സന്ദർശിക്കുന്ന സൈറ്റുകൾക്ക് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യലുകൾ ഓർക്കാൻ വെബ്സൈറ്റിനിത് ഉപയോഗപ്രദമാകും. അതിനാൽ നിങ്ങൾ ഓരോ തവണ സന്ദർശിക്കുമ്പോഴും സൈൻ ഇൻ ചെയ്യേണ്ടതില്ല. 2. നിങ്ങളുടെ ഷോപ്പിംഗ് കാർട്ട് സംരക്ഷിക്കുന്നു. നിങ്ങളുടെ ഷോപ്പിംഗ് കാർട്ടിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ഇനങ്ങൾ സംരക്ഷിക്കാൻ കുക്കികൾ സൈറ്റുകളെ സഹായിക്കുന്നു. അതുവഴി നിങ്ങൾ സംരക്ഷിച്ച ഇനങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് സൈറ്റ് ബ്രൗസ് ചെയ്യുന്നത് തുടരാം, അല്ലെങ്കിൽ മറ്റൊരു സൈറ്റിലേക്ക് പോകാം. 3. മുൻഗണനകൾ ഓർത്തുവെക്കുന്നു. നിങ്ങൾ ഒരു വെബ്സൈറ്റിൻ്റെ ഭാഷ അല്ലെങ്കിൽ കറൻസി മുൻഗണനകൾ പോലുള്ള ക്രമീകരണങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സന്ദർശനത്തിനായി ഈ മുൻഗണനകൾ ഓർമ്മിക്കാൻ സൈറ്റ് കുക്കികൾ ഉപയോഗിക്കുന്നു. 4. മെച്ചപ്പെടുത്തിയ സൈറ്റ് പ്രകടനം. ഡാറ്റ സംഭരിക്കാൻ വെബ്സൈറ്റുകൾക്ക് കുക്കികൾ ഉപയോഗിക്കാം. ഇത് സൈറ്റിനെ വേഗതയിൽ ലോഡ് ചെയ്യാൻ അനുവദിക്കുന്നു. വെബ്സൈറ്റുകൾ അവരുടെ സൈറ്റുകൾ മെച്ചപ്പെടുത്തുന്നതിനും അവയെ കൂടുതൽ ഉപയോഗ സൗഹൃദമാക്കുന്നതിനും അനലിറ്റിക്സ് ഉപയോഗിക്കുന്നു. 5. ഒന്നിലധികം ഉപകരണ തുടർച്ച. ഉപകരണങ്ങളിലുടനീളം സെഷനുകൾ നിലനിർത്താൻ കുക്കികൾക്ക് നിങ്ങളെ സഹായിക്കാനാകും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫോണിൽ ഒരു സിനിമ സ്ട്രീം ചെയ്യാൻ തുടങ്ങുകയും ലാപ്ടോപ്പിൽ അത് കാണുന്നത് തുടരുകയും ചെയ്യാം. കുക്കീസിനെ കൊണ്ട് ഇത്രയേറെ ഉപയോഗങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 1. ഡാറ്റ സ്വകാര്യത. നിങ്ങളുടെ ഡിജിറ്റൽ കാൽപ്പാട് ട്രാക്ക് ചെയ്യാനും നിങ്ങളുടെ വിശദമായ വ്യക്തിഗത പ്രൊഫൈൽ സൃഷ്ടിക്കാനും മൂന്നാം കക്ഷികൾക്ക് കുക്കികൾ ഉപയോഗിക്കാം. നിങ്ങളുടെ വ്യക്തമായ അറിവോ സമ്മതമോ ഇല്ലാതെ വെബ്സൈറ്റുകൾ നിങ്ങളുടെ ഡാറ്റ പങ്കിടുന്നത് സ്വകാര്യത ആശങ്കകൾ ഉയർത്തുന്നു. 2. സെഷൻ മോഷ്ടിക്കൽ. സജീവമായ സെഷനുകൾ ഹൈജാക്ക് ചെയ്യാൻ ഹാക്കർമാർക്ക് കുക്കികളെ ചൂഷണം ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ ഓൺലൈനായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഒരു പൊതു വൈഫൈ നെറ്റ്വർക്കിലാണെങ്കിൽ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ അപകടമാണ്. 3. സൈബർ സുരക്ഷാ ആശങ്കകൾ. കുക്കികൾ പൊതുവെ സുരക്ഷിതമാണ്, എന്നാൽ നിങ്ങളുടെ സെൻസിറ്റീവ് ഡാറ്റ ആക്സസ് ചെയ്യാൻ ആക്രമണകാരികൾക്ക് അവ ചൂഷണം ചെയ്യാവുന്നതാണ്. 4. മന്ദഗതിയിലുള്ള പ്രകടനം. നിങ്ങളുടെ ബ്രൗസർ വളരെ അധികം കുക്കികൾ കൊണ്ട് അലങ്കോലപ്പെടുമ്പോൾ അത് പ്രകടനത്തെ ബാധിക്കുകയും വെബ്സൈറ്റുകൾ കൂടുതൽ സാവധാനത്തിൽ ലോഡ് ചെയ്യാൻ കാരണവുമാകും. കുക്കീസിനെ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുക എന്നത് ഈ വീഡിയോയിൽ കാണുക. കുക്കീസ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസറിന് മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ ബ്രൗസർ ഏതാണോ ഉപയോഗിക്കാറ് ആ ബ്രൗസറിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയി വരും. ഇവിടെ ഏറ്റവും മുകൾ ഭാഗത്ത് വലതുവശത്ത് കാണിക്കുന്ന ഈ 3 ഡോട്ട്സിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഓപ്പൺ ആകും. ഒരൽപ്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ
ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണിക്കും. സെറ്റിംഗ്സിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ഒരു സ്ക്രീൻ ഒരല്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. സൈറ്റ് സെറ്റിംഗ്സ് ഓപ്ഷന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ഒരല്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ കണ്ടന്റ് എന്ന് കാണിക്കും. ഈ കണ്ടന്റിൽ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ കണ്ടോ, തേർഡ് പാർട്ടി കുക്കീസ് ആർ അലൗഡ് എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ അലൗഡ് ആയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ അലോ ഉള്ളത് നമുക്ക് അത് ഡിസേബിൾ ചെയ്യണം. ഈ ഒരു ബട്ടണിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷനിൽ കണ്ടോ, അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റാറ്റസ് പ്രകാരം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കുക്കീസ് എനേബിൾ ആയിട്ടാണ് ഉണ്ടാവുക. അതായത് കുക്കീസ് അലൗഡ് എന്ന് കാണിക്കും. ഇനി അത് വേണ്ട, നമുക്ക് കുക്കീസ് ബ്ലോക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ്, ഇതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ നീല കളർ ഇതിനു മുകളിൽ കൊണ്ടുവരണം, അതായത് ക്ലിക്ക് ചെയ്ത് വിടുക. ഇത്ര കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ തേർഡ് പാർട്ടി കുക്കീസ് ബ്ലോക്ക് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഒരുപക്ഷെ ഇത് വേണ്ട, നമുക്ക് അലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഇതിനു മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കുക്കീസ് അലൗഡ് ആകും. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തേർഡ് പാർട്ടി കുക്കീസ് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്.